ലോകത്തെ നടുക്കിയ സംഭവമാണ് വെനിസുലയിൽ അരങ്ങേറിയത്. അമേരിക്ക വെനിസുല എന്ന് പറയുന്ന രാജ്യത്ത് അതിക്രമിച്ചു കയറി അവിടുത്തെ പ്രസിഡന്റിനെ പിടികൂടുകയും അദ്ദേഹത്തിന്റെ ഭാര്യയും വിലങ്ങണിയിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്നതാണ്. ഇത് രണ്ട് രീതിയിലാണ് പൊതുവെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. വെനിസുലയിലെ ജനാധിപത്യമില്ല എന്നും വെനിസുലിയൻ ഭരണകൂടം അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തുകയാണെന്നും അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഇടപെടൽ ന്യായമാണെന്നും കരുതുകയും ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. അതേ സമയത്ത് തന്നെ വെനിസുല എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്ത് കടന്നു കയറിയിട്ട് അമേരിക്ക ചെയ്ത കുറ്റം പ്രവർത്തിയെ അങ്ങേയറ്റം എതിർക്കുകയും അപലപിക്കുകയും ചെയ്യുന്ന ആളുകളുമുണ്ട്. ഇതിൽ എന്താണ് വസ്തുത? അമേരിക്ക ചെയ്തത് ശരിയാണോ? അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ ഉണ്ടോ? സത്യത്തിൽ ഇതിന്റെ ഉത്തരം അമേരിക്ക ചെയ്തത് തെറ്റെന്നാണ്. മാത്രമല്ല ആധുനിക മനുഷ്യ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം കൂടിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമേരിക്ക ഈ ഒരു നടപടിയിലേക്ക് പോകുന്നത് UN ആലോചിച്ചിട്ടല്ല, UN ചർച്ച ചെയ്തിട്ടില്ല. UN എന്ന് പറയുന്ന ഒരു ബോഡി നിലനിൽക്കുന്നുണ്ടല്ലോ ലോകത്ത്. UN എല്ലാ രാജ്യങ്ങളും ചേർന്ന് ചർച്ച ചെയ്യുകയാണ്. വെനിസുല എന്ന് പറയുന്ന രാജ്യത്തെ ഭരണാധികാരി അവിടെയുള്ള ജനങ്ങളെ ഭയങ്കരമായിട്ട് അടിച്ചമർത്തുകയും ഭയങ്കര ക്രൂരനുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ ജനങ്ങളെ സഹായിക്കാനായിട്ട് ലോകരാജ്യങ്ങൾ ഇടപെട്ടേ പറ്റൂ. അതുകൊണ്ട് തന്നെ UN തീരുമാനിക്കുകയാണ് UN ഒരു സൈനിക നീക്കം നടത്താം. അതിന് അമേരിക്കയെ UN ചുമതലപ്പെടുത്തുകയാണെന്ന് കരുതുക. അവിടെ ലോകരാജ്യങ്ങളുടെ ഒരു ഇടപെടലുണ്ട്. ലോകരാജ്യങ്ങൾ ചേർന്നാണ് അമേരിക്കയെ ചുമതലപ്പെടുത്തുന്നത്. അമേരിക്ക ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ കുറച്ചുകൂടി അതിൽ ന്യായമുണ്ട്. ഇപ്പോ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സ്വയം അങ്ങ് തീരുമാനിക്കുകയാണ് വെനിസുലയിൽ ജനാധിപത്യമൊന്നുമില്ല, അവിടുത്തെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണം, അവിടെയുള്ള ജനങ്ങൾ അയാൾ പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അയാളെ പിടികൂടാൻ തീരുമാനിക്കുകയാണ്. ട്രംപ് തീരുമാനിക്കുന്നു. ട്രംപിന്റെ സൈന്യം ഉടൻ തന്നെ വെനിസുലയിലേക്ക് പോകുന്നു. അവിടെ ആക്രമണം നടത്തുന്നു, ബോംബുകൾ വർഷിക്കുന്നു. അതിനുശേഷം ഇയാളെ പിടികൂടുന്നു. പ്രസിഡന്റിനെ പിടികൂടി അമേരിക്കയിൽ കൊണ്ടുവന്ന അമേരിക്കയിലെ ഒരു കോടതിയിലാണ് വിചാരണ ചെയ്യാൻ പോകുന്നത്. കേൾക്കുമ്പോൾ എത്ര വിചിത്രമായി തോന്നുകയാണ്. ഒരു പരമാധികാര രാഷ്ട്രമാണ് വെനസ്. പ്രസിഡന്റ് ട്രംപ് പറയുന്നത് അമേരിക്കയും വെനസ്വേലയെ ഭരിക്കുമെന്നാണ്. ട്രംപിന്റെ ഈ ലോജിക് വെച്ചാണെങ്കിൽ ബംഗ്ലാദേശിനെ പിടിച്ചെടുത്തുകൂടെ, നമുക്ക് ആക്രമിച്ചുകൂടെ, മുഹമ്മദ് യൂനസിനെ അറസ്റ്റ് ചെയ്തുകൂടെ നമുക്ക്, എന്നിട്ട് ഇവിടെ ഡൽഹിയിൽ കൊണ്ടുവരാം, എന്നിട്ട് ഇവിടത്തെ നമ്മുടെ കോടതിയിൽ അയാളെ വിചാരണ ചെയ്യണം. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം മുഹമ്മദ് യൂനസ് ആണ്. അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഇതുപോലെ ചെയ്തുകൂടെ? ഏത് രാജ്യത്തെ? ശ്രീലങ്കയെ നമുക്ക് ആക്രമിച്ചുകൂടെ? മാലദ്വീപിനെ ആക്രമിച്ചുകൂടെ? അങ്ങനെ നമ്മൾ ചെയ്താൽ അമേരിക്ക എന്നല്ല ലോകത്ത് ഒരു രാജ്യവും നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇന്ത്യയുടെ കൈവശവുമുണ്ട് ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈൽ. അതുകൊണ്ട് അമേരിക്ക, ഉത്തര കൊറിയ ഇതുപോലെ ആക്രമിക്കാൻ ധൈര്യപ്പെടാത്തത് വിവരമറിയും. കിം ജോങ് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ പ്രവൃത്തിയെ ശക്തമായിട്ട് അപലപിച്ചുകൊണ്ടാണ് കിം ജോങ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് കിം ജോ പറഞ്ഞത്. ശരിക്കും അമേരിക്കയ്ക്ക് എന്തുകൊണ്ടാണ് ഉത്തര കൊറിയ ഇങ്ങനെ ആക്രമിക്കാൻ ധൈര്യമില്ലാത്തത്? ഉത്തര കൊറിയയുടെ കൈവശം ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈൽ ഉണ്ട്, ആണവായുധമുണ്ട്. കിം ജോങ്ങിനെ എടുത്ത് അങ്ങോട്ട് അടിച്ചു കൊടുക്കും അമേരിക്കയിലോട്ട്. ഇത് ട്രംപിനെ അറിയാം. അമേരിക്കൻ പ്രസിഡന്റ് വന്നാലും അവർക്കറിയാം. അതുകൊണ്ട് ഉത്തര കൊറിയ ആക്രമിക്കാനുള്ള ധൈര്യമില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ ഈ ലോകത്ത്. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ്ങിനോട് ചോദിച്ചത് ഞാനൊന്ന് നിങ്ങളുടെ രാജ്യത്തോട്ട് കയറിക്കോട്ടെ എന്ന്? കഴിഞ്ഞ ട്രംപിന്റെ ടൈമിൽ ദക്ഷിണ കൊറിയൻ അതിർത്തിയിൽ നിന്നുകൊണ്ട് ട്രംപ് ഉത്തര കൊറിയൻ അതിർത്തിയിൽ നിന്ന് കിം ജോങ്ങിന് ഷേക്കൻ കൊടുക്കുകയാണ്. എന്നിട്ട് ട്രംപ് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഞാൻ ഒന്ന് അങ്ങോട്ട് വന്നോട്ടെ. ഉത്തര കൊറിയൻ ഭരണാധികാരി പറഞ്ഞു ശരി വരൂ എന്ന് പറഞ്ഞതിന് ശേഷം ട്രംപ് ഉത്തര കൊറിയൻ അതിർത്തിയിലേക്ക് കയറി നിന്നു. എന്നിട്ട് ട്രംപ് പറഞ്ഞു, ആദ്യമായിട്ടാണ് ഉത്തര കൊറിയയിലേക്ക് കാലുകുത്തിയ പ്രസിഡന്റ് ഞാനാണെന്ന് ട്രംപ് പറഞ്ഞത്. എല്ലാവരും ആ രംഗമൊക്കെ ഓർക്കുന്നുണ്ടാകും. ഉത്തര കൊറിയയെ പോലെ തന്നെ ഒരു പരമാധികാര രാജ്യമാണ് വെനിസുല. ആ വെനിസുലയിൽ കടന്നു കയറി അമേരിക്കൻ പട്ടാളം അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയും കയ്യാമ വെച്ച് കൊണ്ടുപോയപ്പോൾ ട്രംപ് ചോദിച്ചില്ലേ ഞങ്ങളുടെ പട്ടാളത്തെ അങ്ങോട്ട് കയറ്റുമോ എന്ന്? അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചില്ല. കാരണം വെനിസുലയുടെ കൈവശം ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈൽ ഇല്ല. വെനിസുലയുടെ കൈവശം അമേരിക്കയെ ലക്ഷ്യം വെക്കുന്ന മിസൈലുകളില്ല. വെനിസുലയുടെ കൈവശം ആണവായുധമില്ല. അതുകൊണ്ട് വെനിസുലയെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് മടിയില്ല. അഫ്ഗാനിസ്ഥാനിലേക്ക് 20 വർഷം മുമ്പ് അമേരിക്കൻ പട്ടാളം ഇരച്ചു കയറുമ്പോൾ അവരുടെ കോൺഫിഡൻസ് എന്താണ്? അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ ആണവായുധമില്ല, ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈലില്ല. പക്ഷേ ഉത്തര കൊറിയയോ ചൈനയോ അല്ലെങ്കിൽ റഷ്യയോ എന്തിനാ ഇന്ത്യയെ തൊടാൻ അമേരിക്ക ഒരു വട്ടം ആലോചിക്കും. ഇന്ത്യയുടെ കൈവശം അമേരിക്ക വരെ എത്തുന്ന മിസൈലുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് അതെവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല.
നമ്മുടെ അഗ്നി മിസൈലിന്റെ ദൂരപരിധി 800 കിലോമീറ്റർ ആണ് പരമാവധി. അതിനപ്പുറം ഒരു മിസൈൽ നമ്മൾ ഒഫീഷ്യലായിട്ട് എവിടെയും ഡിക്ലെയർ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ത്യയുടെ കൈവശം അഗ്നി 6 സൂര്യ മിസൈലോ ഒക്കെ ഉണ്ടാകും എന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാം. ഇത് ഇന്ത്യ പരീക്ഷിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ മുട്ടിടിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ യൂറോപ്പിന്റെ മുട്ടിടിക്കാൻ തുടങ്ങും. പക്ഷേ ആവശ്യം വന്നാൽ എടുക്കാൻ പാകത്തിന് ഇന്ത്യ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്. 12,000 15,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകളുണ്ട്. ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ തന്നെയുണ്ട്. അപ്പോ ഇന്ത്യക്ക് ആ ടെക്നോളജി ഉണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. 2011-12 പരീക്ഷണം കഴിഞ്ഞ അഗ്നി 5 മിസൈലിന് ശേഷം അഗ്നി 6ഉം 7ഉം 8ഉം വരെ നിർമ്മിക്കുവാനുള്ള സമയം ഇപ്പോൾ ആയി. ഇന്ത്യ അത് പരീക്ഷിച്ചിട്ടില്ല എങ്കിൽ അത് അമേരിക്കയും യൂറോപ്പിനെയും ഇന്ത്യ ടാർഗറ്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. നമ്മുടെ പ്രാഥമികമായ എതിരാളികളെ പട്ടികയിൽ അമേരിക്ക ഒന്നും ഉൾപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും ഒരു സമയത്ത് ഇന്ത്യക്ക് ഭീഷണിയായിട്ട് അമേരിക്ക മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ അത്തരം സന്ദർഭങ്ങളിൽ ഈ ആയുധങ്ങളും പുറത്തെടുക്കും. അപ്പോ ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈലുകളും അതുപോലെ ആണവായുധമുള്ള രാജ്യങ്ങളെ അമേരിക്ക തൊടില്ല. അമേരിക്ക ഭയക്കും. അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങൾ ഇറാന്റെ അതിർത്തിയിലേക്ക് വരും, ഇറാനെ ആക്രമിക്കും. കാരണം ഇറാൻ ആണവായുധം കണ്ടെത്തുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഇറാന്റെ കൈവശം അമേരിക്കയെ ലക്ഷ്യം വെക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളില്ല. ഉത്തര കൊറിയയിലേക്ക് B-2 ബോംബർ വിമാനം പോവില്ല, ഭയക്കും. റഷ്യയിലേക്ക് പോകില്ല, ഭയക്കും. യുക്രൈൻ റഷ്യ യുദ്ധം നടന്നിട്ട് ഇത്രയും ദിവസമായല്ലേ, ഏതാണ്ട് 500 ബില്യൺ അടുത്ത് US$ ആയുധങ്ങളാണ് അമേരിക്ക ഉക്രൈന് കൊടുത്തിരിക്കുന്നത് റഷ്യ ആക്രമിക്കാൻ വേണ്ടിയിട്ട്. അതായത് അമേരിക്ക ഡയറക്റ്റ് ഇൻവോൾവ് ആയിരിക്കുകയാണ് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ. എന്തുകൊണ്ടാണ് B-2 ബോംബർ വിമാനങ്ങളെ അയക്കാത്തത്? അയച്ചാൽ വിവരം അറിയും. കാരണം വ്ളാഡിമിർ പുടിന്റെ കൈവശം അമേരിക്കയുടെ ഏത് മുക്കിലും മൂലയിലും എത്താൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈലുകളുണ്ട്. അതുകൊണ്ട് ഭയമാണ്. ചൈനയെ തൊടില്ല, ഭയമാണ്. അപ്പോ എളുപ്പമുള്ള രാജ്യങ്ങളെ പിടിച്ചെടുക്കുക. എന്തുകൊണ്ടാണ് അമേരിക്കയെ വെനിസ്വേലയിലേക്ക് ആക്രമണം നടത്തിയത്? അവിടെ ജനാധിപത്യം ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു കാര്യം ശരിയാണ്, വെനിസ്വേലൻ ഭരണാധികാരി ഒരു ഏകാധിപതി പോലെ തന്നെയാണ്. ഒരുപക്ഷെ വെനിസ്വേലയിൽ മാത്രമല്ലല്ലോ, ഉത്തര കൊറിയയിൽ ഏകാധിപതിയല്ലേ? റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു പരിധിവരെ ഏകാധിപതിയല്ലേ? അല്ലെങ്കിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഏകാധിപതിയല്ലേ? അവിടെ ഒന്നും ആക്രമണം നടത്താതെ വെനിസ്വേലയുടെ കാര്യത്തിൽ മാത്രം എന്തിനാണ് ട്രംപിന് താല്പര്യമെന്ന് ചോദിച്ചാൽ, വെനിസ്വേല എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. അമേരിക്ക പറയുന്നത് അനുസരിക്കില്ല. അപ്പോ വെനിസ്വേലയുടെ കൈവശം നിലവിൽ അമേരിക്കയെ ആക്രമിക്കാൻ പറ്റുന്ന ആയുധങ്ങളുമില്ല, ഈസി ടാർഗറ്റ് ആണ്. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് വെനിസ്വേലയെ ആക്രമിക്കാൻ ഉത്തരവിട്ടത്. ഈ എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ സകല കളികളും നടത്തുന്നത്. അമേരിക്കൻ കമ്പനികൾക്കും അമേരിക്കയ്ക്കും എണ്ണ കച്ചവടത്തിന്റെ കുത്തക അവരുടെ കയ്യിൽ നിൽക്കണം. ഇറാനെ എന്തുകൊണ്ടാണ് അമേരിക്കയെ ശത്രുവായി കാണുന്നത്? ഇറാനിൽ എണ്ണ നിക്ഷേപം ഉള്ളതുകൊണ്ടാണ് ശത്രുവായിട്ട് കാണുന്നത്. എണ്ണയുടെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിൽ വരണം. അതിനുവേണ്ടിയിട്ട് അമേരിക്ക ഒരു പരമാധികാര രാജ്യത്തെ ആക്രമിച്ചിരിക്കുന്നത്. ഇതിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല. അമേരിക്കയ്ക്കെതിരെ പോകുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞത് കേൾക്കാത്ത രാജ്യങ്ങളെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ആക്രമിക്കുക. ഈ ട്രംപിന് ബംഗ്ലാദേശിലെ ജനാധിപത്യത്തെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല. ബംഗ്ലാദേശിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയാണ് പുറത്താക്കിയിട്ട് അവിടെ നിന്നോ കെട്ടിച്ചിറക്കിയ ഒരുത്തനും കുറെ തീവ്രവാദികളും ചേർന്നുകൊണ്ട് അധികാരം കൈയാളുന്നത്. അതിൽ അമേരിക്കയ്ക്ക് ആശങ്കയില്ല. പാകിസ്ഥാന്റെ കാര്യത്തിൽ ആശങ്കയില്ല. പാകിസ്ഥാനിൽ എന്ത് ജനാധിപത്യമാണുള്ളത്? മുൻ പ്രധാനമന്ത്രി ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്, ഇമ്രാൻഖാൻ. അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പട്ടാളം അയാളെ ജയിലിൽ അടച്ചത്? ഇപ്പോൾ പാകിസ്ഥാൻ ഭരിക്കുന്നത് പട്ടാളമല്ലേ? അസീം മുനീർ അല്ലേ? പാകിസ്ഥാന്റെ ജനാധിപത്യത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഒരു ആശങ്കയുമില്ലേ? സിറിയയിൽ ഒരു തീവ്രവാദിയെ പിടിച്ച് പ്രസിഡന്റ് ആക്കി ഇരുത്തിയിട്ടുണ്ടല്ലോ. അയാൾ ഏത് തെരഞ്ഞെടുപ്പിലൂടെയാണ് പ്രസിഡന്റ് ആയത്? നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു തീവ്രവാദിയെ പിടിച്ച് അമേരിക്ക അവിടെ പ്രസിഡന്റ് ആക്കി ഇരുത്തുമ്പോൾ അവിടെ ജനാധിപത്യം വേണ്ട. സൗദി അറേബ്യയിൽ ജനാധിപത്യം വേണ്ട, UAE-യിൽ ജനാധിപത്യം വേണ്ട, ഖത്തറിൽ വേണ്ട, ഒമാനിൽ വേണ്ട, കുവൈറ്റിൽ വേണ്ട, ജോർദാനിൽ ജനാധിപത്യം വേണ്ട, ബ്രൂണയിൽ വേണ്ട, വെനിസ്വേലയിലും ഇറാനിലും ഒക്കെ മതിയോ ജനാധിപത്യം? ഇതാണ് അമേരിക്ക പറയുന്നത്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കണം. നാളെ ഏത് രാജ്യവും അമേരിക്കയ്ക്കെതിരെ പോയാലും അവർക്ക് ഇതുപോലെ ചെയ്യാം എന്നുള്ള ധാർഷ്ട്യം, എന്ന് വെച്ചാൽ പവർ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്ന ഒരു ധാർഷ്ട്യം. ഇവിടെയാണ് മൾട്ടി പോളാർ വേൾഡിന്റെ ആവശ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ വെനിസ്വേല എന്ന് പറയുന്ന രാജ്യം ഏകാധിപത്യമാണ് നടക്കുന്നതെങ്കിൽ അത് ആ രാജ്യത്തെ ജനങ്ങളുടെ വിഷയമാണ്. ഇപ്പോ മഡോറോ ഏകാധിപതിയാണെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളാണ് അയാൾക്കെതിരെ തെരുവിലിറങ്ങേണ്ടത്. UN പോലത്തെ ഒരു സ്ഥാപനം ഉള്ളപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു UN സൈന്യത്തിന്റെയോ മറ്റൊരു ഭാഗ്യ സഹായത്തിന്റെയോ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. അമേരിക്കൻ ട്രംപ് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ എന്ത് അധികാരമാണ് അവർക്കുള്ളത്? അപ്പോ ഇവിടെ ഹുങ്കാണ്, ഞങ്ങൾ വലിയ സൈനിക ശക്തിയാണ്, ഞങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ള അഹങ്കാരത്തിന്റെ ധാർഷ്ട്യത്തിന്റെ ഹുങ്കാണ് ഇവിടെ സായിപ്പന്മാർ കാണിച്ചിരിക്കുന്നത്. ഇവർക്ക് എന്ത് അവകാശമുണ്ട് ഈ പറയുന്ന സമാധാനത്തെയും ജനാധിപത്യത്തെയും കുറിച്ച് സംസാരിക്കാൻ? ഇവിടെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് കടന്നു കയറി പ്രസിഡന്റ് ട്രംപിനെ ആരെങ്കിലും തൂക്കിയാൽ അവർ എന്ത് ധാർമ്മികത അവകാശമുണ്ട്? അത് പാടില്ല എന്ന് പറയാനായിട്ട്. അമേരിക്കയുടെ ജനാധിപത്യവാദങ്ങളും ബോധവും
നമ്മൾ ഇന്ത്യക്കാർ മനസ്സിലാക്കണം. അത് കാപട്യം നിറഞ്ഞതാണ്. അമേരിക്ക അവരുടെ രാജ്യത്തെ രൂപപ്പെട്ട ഒരു ജനാധിപത്യ വ്യവസ്ഥയെ ലോകത്തിന് മുന്നിൽ അമേരിക്കൻ താല്പര്യങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മൾ കാണുന്നത് അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ജനാധിപത്യം വേണമെന്നൊരു നിർബന്ധവുമില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എതിർക്കുന്ന രാജ്യങ്ങൾക്കോ സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങൾക്കോ, അതായത് സ്വന്തമായിട്ട് ആരെയും ഭയപ്പെടാതെ തീരുമാനങ്ങൾ പറയുകയും എടുക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾക്കും ജനാധിപത്യം നിർബന്ധമാണ്. അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളിൽ ജനാധിപത്യം വേണമെന്ന് ഒരു കുഴപ്പവും അമേരിക്കയ്ക്കില്ല. അങ്ങനെ ഒരു നിർബന്ധവും അവർക്കില്ല. ഒരു ഡബിൾ സ്റ്റാൻഡ് തന്നെയാണ് അമേരിക്കയ്ക്കുള്ളത്. ലോകം തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.